ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ആദ്യം തുടങ്ങാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന. എന്താണ് ആറ്റത്തിൻ്റെ ഘടന? അപ്പം നമ്മളിങ്ങനെ ചെറിയ ക്ലാസ്സിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഇങ്ങനെ ആറ്റം, അല്ലേ? ആറ്റം, തന്മാത്ര, അതായത് മോളിക്യൂൾസ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ എന്താണ്? അപ്പോൾ വിവിധതരം ആറ്റങ്ങൾ എന്തൊക്കെയാണ്, ആറ്റങ്ങളും തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒരാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ ആറ്റത്തിൻ്റെ വിവിധ തരത്തിലുള്ള സ്ട്രക്ചറുകൾ, അതായത് ആറ്റത്തിൻ്റെ ഘടന കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പരിണമിച്ച് വന്നതാണ്. പരിണമിച്ച് വന്നതെന്ന് പറഞ്ഞാൽ ഡാർവിൻ്റെ പരിണാമം പോലെയല്ല, ഓരോരോ സയൻറ്റിസ്റ്റുകൾ നടത്തിയ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ആറ്റത്തിൻ്റെ ഘടന ഇങ്ങനെ പരിണമിച്ച് വരുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ആറ്റംസ്, അതായത് വളരെ ചെറിയ കണികകളായ ആറ്റംസ് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു കഷ്ണം ഉപ്പെടുക്കുക, സോഡിയം ക്ലോറൈഡ്, അതായത് NaCl. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് എന്താണ്, നമ്മളത് കഷ്ണാക്കാൻ തുടങ്ങാം. കുറേ കഷ്ണാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വളരെ ചെറിയൊരു തരി കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ തരി എടുത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ എന്തുണ്ടാവും? ഇതുണ്ടാവും, ഉപ്പ് രസം ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് എന്ന് പറയുന്നത് തന്മാത്ര അഥവാ മോളിക്യൂൾ എന്ന് പറയുന്നത്. എ മോളിക്യൂൾ ഈസ് എ പാർട്ടിക്കിൾ വിച്ച് ഹാസ് ഓൾ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദറ്റ് സബ്സ്റ്റൻസ്. മനസ്സിലായില്ലേ? അതാണെന്ത് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പം സോഡിയം ക്ലോറൈഡ് എന്താണ്? NaCl എന്ന് എഴുതും. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഇപ്പം കേട്ടോളൂ. സോഡിയം ക്ലോറൈഡ് നമ്മൾ എന്താക്കി? ആദ്യം ഏറ്റവും ചെറിയ അതിൻ്റെ തന്മാത്രേനെ എടുത്തു. സോഡിയം ക്ലോറൈഡിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതായത് അതിൻ്റെ തന്മാത്രേനെ എടുത്തു, മോളിക്യൂളിനെ എടുത്തു. എന്നിട്ട് നമ്മൾ എന്താക്കി? അതും കഷ്ണാക്കിയാണ്. അതും എന്താക്കി? വിഭജിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു സോഡിയം ആറ്റം, ഒരു ക്ലോറിൻ ആറ്റം. അതായത് തന്മാത്രയെ വിഭജിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആറ്റംസ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. തന്മാത്രയെ കഷ്ണാക്കുമ്പോൾ തന്മാത്രയെ വിഭജിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആറ്റം എന്നുണ്ടാകുന്നത്. അപ്പോൾ തന്മാത്രയാണോ വലുത്, ആറ്റമാണോ വലുത് വെച്ചാൽ എന്ത് പറയും? എന്താണ് പറയുക? അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ തന്മാത്രയാണോ വലുത്, അല്ല സോഡിയം ആറ്റമാണോ ക്ലോറിൻ ആറ്റമാണോ ചോദിച്ചാൽ എന്താ പറയുക? സോഡിയം ആറ്റങ്ങളാണ് എന്ത്? തന്മാത്രകളെക്കാൾ ചെറുത്, അല്ലേ? തന്മാത്രയായിരിക്കും അതിൻ്റെ ആറ്റത്തിനേക്കാൾ എന്തായിരിക്കും? വലുത്. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്. എന്താണ് തന്മാത്ര, എന്താണ് ആറ്റം, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് സയൻറ്റിസ്റ്റിനെ കുറിച്ചും അവരെന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയെന്നും അവ എന്തെല്ലാം നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട്, അതായത് ആറ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ജോൺ ഡാൾട്ടൺസ് ആറ്റമിക് തിയറി, ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം. അപ്പോൾ ഈ അറ്റോമിക സിദ്ധാന്തത്തിന് എന്തുണ്ട്? കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, കുറച്ച് പ്രസ്താവനകളുണ്ട്. അപ്പോൾ ഈ അറ്റോമിക് തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു മനസ്സുണ്ട്, അല്ലേ? ഈ മനസ്സ് വെച്ച് നമ്മളിങ്ങനെ കുറേ ലോജിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, ചിലപ്പോൾ അത് ശരിയായിരിക്കാം. അങ്ങനെ ജോൺ ഡാൾട്ടൺ 1800കളിലാണ് അദ്ദേഹം ഇങ്ങനത്തിലുള്ള ചിന്തകളിലേക്കെല്ലാം കടക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അദ്ദേഹം പരീക്ഷണങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ ചില പ്രസ്താവനകൾ ഇങ്ങനെ ഇറക്കുകയാണ്. എന്താണ് ജോൺ ഡാൾട്ടൺസ് ആറ്റമിക് തിയറി. ഇനി നമുക്ക് അത് നോക്കാം, എന്തൊക്കെ പ്രസ്താവനകളാണ് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലുള്ളത് എന്ന്. അപ്പോൾ നമുക്കിവിടെ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. അതായത് എല്ലാ സംഭവങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ചെറിയ കണികയായ ആറ്റംസ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ്. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കണങ്ങളും, എല്ലാ സംഭവങ്ങളും, എല്ലാ ദ്രവ്യം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. മൈന്യൂട്ട് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുത്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയ ആറ്റംസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്?
ഈ സംഭവം, ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതാണെന്ത് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ്. ആറ്റത്തിന് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല? വിഭജിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണ്? ആറ്റമാണ് ഏറ്റവും ചെറുത്. ഇത് ജോൺ ഡാൾട്ടൺ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ആറ്റമാണ് ഏറ്റവും ചെറുത്, അതിനെ കഷ്ണാക്കാൻ വേണ്ടി പറ്റൂല, അതിനെ വിഭജിക്കാൻ വേണ്ടി പറ്റൂല എന്നാണ് എന്ത് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. ഇതിലെപ്പോഴും ഒന്നും കൂടി ഉണ്ട്, ആറ്റംസ് കനോട്ട് ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല. അത് അവിടെ ഉണ്ട്, അതിനെ നിർമ്മിക്കാനും പറ്റൂല, നശിപ്പിക്കാനും പറ്റൂല. അതാണ് എന്ത് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. അതായത് ഒന്നുമില്ല, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ്, ആറ്റത്തിനെ വിഭജിക്കാൻ വേണ്ടി കഴിയില്ല, അപ്പൊ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഇനി തേർഡ് പോസ്റ്റുലേറ്റ് നമുക്ക് നോക്കാം. ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ്. അതായത് ഒരു പ്രത്യേക എലമെന്റ്, ഇപ്പം ഏതെങ്കിലും ഒരു എലമെന്റ്, സോഡിയം എടുത്തു, സോഡിയം ഒരു എലമെന്റ് ആണ്. നിങ്ങൾ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പീരിയോഡിക് ടേബിളിൽ എന്താണ് 118 എലമെന്റ്സ് ഉണ്ട്. ഹൈഡ്രജൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് 118 ഒഗ്നസോൺ വരെയിലെ 118 എലമെന്റ്സ് ചേർന്നാണ് എന്ത് പീരിയോഡിക് ടേബിൾ. ഈ 118 എലമെന്റ്സ് എന്താണ് ഓരോ ആറ്റത്തെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം, ഹീലിയം ആറ്റം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, കാൽഷ്യം, അങ്ങനെ ഒരുപാട് ആറ്റംസ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ആറ്റംസിനും എന്താണ് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? വെള്ളം എടുത്തു. വെള്ളം നമുക്കറിയാം എന്താണത്, H2O. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകൾ എന്തുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? വാട്ടർ എന്നുള്ള മോളിക്യൂൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വാട്ടർ എന്നുള്ളത് മോളിക്യൂളാണ്, ഹൈഡ്രജനും ഓക്സിജനും ആണ് എന്ത് ആറ്റംസ്. ഈ ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ വാട്ടർ മോളിക്യൂൾ നിന്ന് എന്താക്കി നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് കിട്ടി. മനസ്സിലായില്ലേ? വാട്ടർ മോളിക്യൂളിൽ നിന്ന് നമ്മളതിനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താണ് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കും. അതിന് വൈദ്യുത വിശ്ലേഷണം എന്താണെന്ന് പറയുക. അപ്പം ഹൈഡ്രജനും ഓക്സിജനായിട്ട് വിഘടിപ്പിക്കും. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഹൈഡ്രജൻ ആറ്റം നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? ഹൈഡ്രജൻ കിട്ടി. പിന്നെന്താണ് നമുക്കറിയാം, നമ്മുടെ സൂര്യനിലും അതുപോലെ കത്തിജ്വലിക്കുന്ന എല്ലാത്തിനും എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. കത്തുന്ന വാതകമല്ലേ ഹൈഡ്രജൻ. അപ്പോൾ എന്താണ് കത്തുന്നതിൽ എന്തുണ്ടാവും? അതായത് സൂര്യനിലൊക്കെ ഇഷ്ടം പോലെ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അവിടുന്ന് കിട്ടുന്ന ഹൈഡ്രജൻ്റെയും ആറ്റംസിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. എല്ലാ പ്രോപ്പർട്ടീസും, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്, ഓൾ പ്രോപ്പർട്ടീസ് വിൽ ബി ദ സെയിം. അതാണ് എന്ത് പറയുന്നത് തേർഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. പിന്നെ നാലാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ് പറയുന്നത്? ആറ്റംസ് ഓഫ് ദി ഡിഫറെന്റ് എലമെന്റ്സ് ഡിഫർ ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് സൈസ്. അതിന്റെ നേരെ ഒരു എന്താ പറയേണ്ടത് കമ്പയറബിൾ ആയിട്ട് വരുന്ന ഒരു പോസ്റ്റുലേറ്റ് ആണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് ഏകദേശം നമുക്ക് തന്നെ ചിന്തിച്ചാൽ തിരിയുന്നതാണ്. അതായത് സെയിം ആയിട്ടുള്ള എലമെന്റിന്റെ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റിന്റെ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അത് പിന്നെ പറയാനൊന്നുമില്ല, പക്ഷെ എന്നാലും ജോൺ ഡാൾട്ടന്റെ പ്രസ്താവനയിൽ അത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു രാസപ്രവർത്തനങ്ങൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇപ്പം വിറക് കത്തുന്നത്, മെഴുകുരുകുന്നത്, പിന്നെന്താണ് നമ്മൾ അമോണിയ വളമായിട്ട് ഉപയോഗിക്കുന്ന അമോണിയ ഉണ്ടാക്കുന്ന ഹേബർ പ്രോസസ്സ്, പിന്നെ H2SO4 സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്, അതുണ്ടാക്കുന്ന കോണ്ടാക്ട് പ്രോസസ്സ്, ഇതൊക്കെ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമ്മൾ വയസ്സന്മാരാവുന്നത്, ഇപ്പം നമ്മളിപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ആൾക്കാർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വയസ്സ് കൂടുന്നതൊക്കെ എന്താണ് ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് എന്താണ് അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ കാരണം ആറ്റംസ് ആണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? ആറ്റംസ് ആണ്. മനസ്സിലായില്ലേ? ഇപ്പം സോഡിയം ക്ലോറൈഡ് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് ഉപ്പിനോട് കുറച്ച് പ്രിയം കൂടുതലാണ്. അപ്പോൾ എന്താണ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഈ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതെന്താ പറയുക? കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ 2 or more എലമെന്റ്സ് കമ്പൈൻ ഇൻ എ സിമ്പിൾ റേഷ്യോ. എന്താണ് ഒരു സോഡിയം ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും ചേർന്നിട്ടാണ് 1:1. മനസ്സിലായില്ലേ? ഇനി വാട്ടർ മോളിക്യൂൾ എടുക്കാം. H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, അതായത് എന്താണ് 2:1.
മനസ്സിലായില്ലേ? ഇനി വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് എടുക്കാം. വേറെ ഏത് കോമ്പൗണ്ട് എടുക്കേണ്ടത്? ഇപ്പം നമുക്കിപ്പോൾ സിങ്ക് ക്ലോറൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ZnCl2. അതെന്താണ്? ഒരു സിങ്ക് ആറ്റവും 2 ക്ലോറിൻ ആറ്റവും. അപ്പോൾ എന്താണ്? 1:2. ഇതൊക്കെ എന്താണ്? 1, 2, 3 അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? റേഷ്യോയിൽ പങ്കെടുക്കുന്നത്. 1:1, 1:2, 1:3. ഇറ്റ്സ് നോട്ട് ലൈക്ക് 1:1.1, 1:2.3 ലൈക്ക് ദാറ്റ്. അപ്പോൾ അതാണ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? സിമ്പിൾ റേഷ്യോ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് 1, 2, 3 അങ്ങനെ ഉള്ളത് മാത്രമേ, അത് 1, 2, 3, 4 അങ്ങനെ ഉള്ളത് മാത്രമേ എന്ത് കോമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുമല്ലോ? കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുള്ളൂ. അതാണ് എന്ത് പറയുന്നത്? ലാസ്റ്റ് പോസ്റ്റിലേറ്റ് നിങ്ങളോട് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഇത് ഡാൾട്ടൻസിൻ്റെ ചിന്തകൾ, അതായത് ഇപ്പോൾ ഒരു മനുഷ്യനെ ചിന്തിച്ച് കണ്ടുപിടിച്ചത്. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിരുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇത്രയും പോസ്റ്റുലേറ്റുകളുള്ള ഒരു തിയറിയിലേക്ക് അദ്ദേഹത്തിന് ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടൊരു തിയറിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ തന്നെ 2 പോസ്റ്റുലേറ്റ് നമുക്ക് തെറ്റാൻ നമുക്ക് ഇപ്പം തന്നെ നോക്കിയാൻ വേണ്ടി തിരിയും. കാരണം എന്ന് വെച്ചാൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്, അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ നമുക്കറിയാം ആറ്റംസിനേക്കാൾ ചെറിയ കണങ്ങളുണ്ട്. അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ക്വാർക്സ് എന്നുള്ള മറ്റ് ഒരുപാട് ചെറിയ ചെറിയ പാർട്ടിക്കിൾ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആറ്റം അല്ല ഏറ്റവും ചെറുതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ അധിക അറിവിലേക്കാണ് ഞാൻ പറഞ്ഞത്, അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് നമുക്ക് നോക്കുക, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ്. അത് തെറ്റല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതായത് നിങ്ങളിപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, തെർമൽ പവർ പ്ലാന്റ്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ഉണ്ടാവും. അതായത് റേഡിയം, തോറിയം പോലുള്ള, പ്ലൂട്ടോണിയം പോലുള്ള ആറ്റംസ് ഉണ്ടാവും. അവയ്ക്ക് എന്താണ്? റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ വിഭജിച്ചുകൊണ്ടിരിക്കും. റേഡിയേഷൻസ് പുറത്ത് എമിറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഒരു ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. മനസ്സിലായില്ലേ? അപ്പം ഇത് ഇങ്ങനെ വിഭജിക്കും. അതായത് വലിയതായിട്ടുള്ള ആറ്റംസ് വിഭജിച്ച് ചെറിയ ചെറിയ ആറ്റംസ് ആയിട്ട് മാറുമ്പോൾ എന്തുണ്ടാവും? ഒരുപാട് എനർജി കിട്ടും. ഒരുപാട് എനർജി എമിറ്റ് ചെയ്യും. ഈ എനർജി വെച്ചിട്ട് എന്താണ്? വെള്ളം ചൂടാക്കും, നീരാവിയാക്കും, അതിനെ ടർബൈൻ കറക്കും. എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ഇപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള പ്രോസസ്സാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഛേദിക്കുക. അതെന്താണ്? വലിയ വലിയ ആറ്റംസ് ഛേദിച്ചിട്ട് എന്താക്കുന്നു? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആറ്റങ്ങളാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പോൾ എന്താണ്? ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ്. ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു മെയിനായിട്ടൊരു നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. വേറെ ഈ പോസ്റ്റുലേറ്റുകളൊന്നും അത്രയധികം മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഏകദേശം ശരിയാണ്. പിന്നെ ആറ്റംസ്, ഇലക്ട്രോൺസിൻ്റെ എക്സ്ചേഞ്ച് ആണ് കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കുന്നത്. ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഓരോ കെമിക്കൽ റിയാക്ഷനും ഉണ്ടാകുന്നത്. ഇപ്പോൾ NaClൻ്റെ ഫോർമേഷൻ നോക്കാം. NaCl എന്താണ്? സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ക്ലോറിനിലേക്ക് പോകും, ക്ലോറിൻ സ്വീകരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് എന്തുണ്ടാകുന്നത്? ഈ കെമിക്കൽ റിയാക്ഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡാൾട്ടൻസ് ആറ്റമിക് തിയറിയിലെ എല്ലാ പോസ്റ്റുലേറ്റും അറിഞ്ഞിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. നമ്മൾ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ, അതായത് ആറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു തിയറിയാണ് എന്ത്? ഡാൾട്ടൻസ് ആറ്റമിക് തിയറി. അതിലെന്തൊക്കെയാണ് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലൊരു തെറ്റായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആറ്റംസിനെക്കാട്ടിയും ചെറുതായിട്ടുള്ള കണങ്ങൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവ എന്തൊക്കെയാണ്? അവ എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇനി അറിയാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾ ഒരു ആറ്റം എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ അതിന് ശക്തമായ കാരണങ്ങളും കാര്യങ്ങളൊക്കെ വേണം. എങ്ങനെയാണ് അതിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ആറ്റംസിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ എന്തൊക്കെയാണ്, അവ എങ്ങനെയൊക്കെയാണ് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലും അതൊക്കെ ചിലപ്പോൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ എണ്ണമയമില്ലാത്തൊരു മുടിയിൽ ഒരു ചീർപ്പെടുക്കുക, കോമ്പെടുത്തിട്ട് എന്താക്കുക, ഒരു എണ്ണമയമില്ലാത്ത മുടിയിൽ ഇങ്ങനെ കുറേയോട്ട് ഇങ്ങനെ വരക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കടലാസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അത് മുറിച്ചിടണം. മനസ്സിലായി? മുറിച്ചിട്ടിട്ട് എന്താക്കുക? ഒരു കോമ്പെടുത്തിട്ട് നമ്മളിങ്ങനെ വാരുക, കുറേയോട്ടം ഇങ്ങനെ കോമ്പ് ചെയ്തുകൊണ്ടെന്നാലും ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് പറ്റും? ചിലപ്പോൾ ഈ കടലാസ് എന്തായിരിക്കും അതിന് പറ്റി പിടിക്കും.
ഇനി മുട്ടിക്കരുത്, ഇനി എടുത്തു കൊണ്ടുവന്നാൽ ചിലപ്പോൾ പാറി പറ്റി പിടിക്കും, അല്ലെങ്കിൽ കടലാസ് തെറിച്ച് പോകും. കടലാസ് തെറിച്ച് പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്താണ് നമുക്ക് അതിന് മനസ്സിലാക്കുന്നത്? എന്തോ ഒരു വികർഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ, അല്ലെങ്കിൽ ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്ന് ഈ എല്ലാത്തിലും ഉണ്ട്. അതായത് നമ്മളിപ്പം ചീർപ്പ് വെറുതെ അവിടെ വെച്ചിട്ടുണ്ട്, അതിന് ഒന്നും ചാർജൊന്നുമില്ല, അങ്ങനെ കാണാം. കടലാസ് അവിടെ വെച്ചിട്ടുണ്ട്, അതിന് ചാർജൊന്നുമില്ല. മറിച്ച് നമ്മളിങ്ങനെ മുടിയിലിങ്ങനെ ചീകിയിട്ട്, എണ്ണമയമില്ലാത്ത മുടിയിലിങ്ങനെ ചീകിയിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് കാണാൻ വേണ്ടി പറ്റും? ഈ കടലാസ് കഷ്ണങ്ങൾ തെറിച്ച് പോകുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തോ ഒരു ഫോഴ്സ് നമ്മൾ ഈ ചീർപ്പിൽ നമ്മളിങ്ങനെ അടങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്തോ ഒരു ചാർജ്, അതായത് പിന്നെ ഡിഫറെൻറ്റ് ചാർജ് അടുത്ത് വരുമ്പോൾ നമുക്കറിയാം എന്താണ് അവ റിപ്പൽ ചെയ്യും. ഇപ്പം രണ്ട് മാഗ്നറ്റ് എടുത്ത് വെച്ചോ, നോർത്ത് പോളും അടുത്ത് വന്നാൽ എന്തായാലും അത് വികർഷിക്കും, നോർത്തും സൗത്തും വന്നാൽ ആകർഷിക്കും. അതുപോലെ തന്നെയാണ് എന്ത് ചീർപ്പ് കാണിക്കുമ്പോൾ പിന്നെ കടലാസ് കഷ്ണങ്ങൾ തെറിച്ച് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കി ഇതിൽ നിന്ന്? അതായത് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ചാർജ്, അതായത് നമ്മളെ ഉള്ളിലിങ്ങനെ നമ്മളറിയാതെ ചാർജുകളുണ്ട്. ഈ ചാർജുകൾ ഓരോ വസ്തുവിലുമുണ്ട്. ഈ ചാർജുള്ള കണങ്ങളുണ്ട് നമ്മളെ ശരീരത്തിൽ. അതാണെന്ത് ഇടയ്ക്ക് ആക്ടിവേറ്റ് ആയിട്ട് ഇതിങ്ങനെ കടലാസ് തെറിച്ച് പോകാൻ വേണ്ടി കാരണം. അതായത് ഇൻഹറൻ്റ് ആയിട്ട് ഒരു ചാർജ് എല്ലാ കണങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണെന്ത് പിന്നെ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിനെ പിന്നെ ചെയ്യുന്നത് വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഈ ഒരു ചാർജ്, അതായത് ഒരു ഇലക്ട്രിസിറ്റി മുഖേനയുള്ള, അതായത് ഇലക്ട്രിസിറ്റി പോലെയുള്ള ഒരു ചാർജ് ഈ പിന്നെ എല്ലാ കണങ്ങളിലും അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനങ്ങളും പരീക്ഷണങ്ങളൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് എന്താക്കി അവർ ചില കാരണങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാവാം എന്നൊക്കെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള രണ്ട് സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സർ ഹംഫ്രി ഡേവിയും പിന്നെ ആരാണ് നമ്മുടെ സ്വന്തം മൈക്കൽ ഫാരഡെ നമുക്ക് കേട്ട് പരിചയമുണ്ടാവും. അതായത് ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് സർ ഹംഫ്രി ഡേവിയെ കുറിച്ചാണ്. അപ്പോൾ ഹംഫ്രി ഡേവി എന്താണ്? ഹംഫ്രി ഡേവി ചെയ്ത പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ കുറേ ഈ സോൾട്ട്സ് മീൻസ് സോഡിയം ക്ലോറൈഡ്, അതേപോലെ സ്ട്രോൺഷ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇതൊക്കെ ഓരോ സോൾട്ടാണ്, ഓരോ ലവണങ്ങളാണ്. അപ്പോൾ അവയുടെയൊക്കെ ലായനി ഉണ്ടാക്കി. അപ്പോൾ അവയുടെയൊക്കെ ലായനി ഉണ്ടാക്കിയിട്ട് എന്താക്കി? അതിലൂടെ എന്ത് പാസ് ചെയ്തു? കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അയാൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ, അതായത് ഇപ്പം സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന സോഡിയവും ക്ലോറിൻ ഒരു ഗ്യാസാണ്. അപ്പോൾ ഈ സോഡിയത്തിനെ നമുക്ക് വേർതിരിക്കാൻ വേണ്ടി പറ്റും. സോഡിയം ക്ലോറൈഡ് ലൈനിലൂടെ കറണ്ട് വിട്ടാൽ സോഡിയം വേർതിരിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ഈ ഹംഫ്രി ഡേവി എന്താണ് ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് ലൈനുകളിലൂടെ കറണ്ട് കടത്തി വിട്ടു. എന്നിട്ട് സ്ട്രോൺഷ്യം, സോഡിയം, പൊട്ടാസ്യം, ബേരിയം പോലുള്ള എലമെന്റിനെ എന്താക്കി? വേർതിരിച്ചു. അങ്ങനെയുള്ള എലമെന്റിനെ വേർതിരിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്താണ്? ഇത് ചാർജ് ഉള്ളത് കൊണ്ടാണ് എന്ത് വേർതിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചാർജ് ഇല്ലാത്തൊരു വസ്തു, ഒരു ചാർജ് ഒന്നുമില്ലാത്ത വസ്തുവിനോട് നമ്മൾ കറണ്ട് കടത്തി വിട്ട് വിചാരിച്ചോ, അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല അല്ലേ? ഒരു മരക്കഷ്ണത്തിലൂടെ കറണ്ട് കടത്തി വിട്ടു, അത് ഉണങ്ങിയ മരക്കഷ്ണത്തിലൂടെ, അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഈ ലൈനിലൂടെ കറണ്ട് കടന്നു പോയാലെന്തായി? ഇത് സെറ്റിലായി. അതായത് സ്ട്രോൺഷ്യം അങ്ങനെ പോലുള്ള എലമെന്റ്സിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സർ ഹംഫ്രി ഡേവിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഹംഫ്രി ഡേവി പറഞ്ഞു ഇങ്ങനെ ഓരോ കോമ്പൗണ്ടിലും, അതായത് ഇങ്ങനെ ഓരോ സോൾട്ട് ലവണങ്ങളിലായാലും ഏതൊരു കോമ്പൗണ്ടിലെ എലമെന്റുകളിലും എന്താണ് ഒരു ചാർജ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടാകാം, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടാകാം എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് എന്ത് ഇങ്ങനെ ആകർഷിച്ചിട്ട് അല്ലെങ്കിൽ വികർഷിച്ചിട്ട് അത് വേറെ സ്ഥലത്ത് പോയിട്ട് അടിയും സെറ്റിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം എന്താക്കിയത്? ഓരോ കോമ്പൗണ്ട്സിൽ നിന്ന് ഓരോ എലമെന്റിനെ വേർതിരിച്ചത്. അതാണ് ഫസ്റ്റ് കാണാൻ പറ്റുക സർ ഹംഫ്രി ഡേവി ചെയ്തത്. ഇലക്ട്രിസിറ്റി ക്യാൻ ബി പാസ് ത്രൂ ലിക്വിഡ്സ് ടു ഐസൊലേറ്റ് എലമെന്റ്സ്. പിന്നെ അദ്ദേഹം പൊട്ടാസ്യം, സോഡിയം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ എന്താക്കി? ഇതേപോലെ വേർതിരിച്ചു. പിന്നെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള നിഗമനങ്ങളാണ് എന്തുണ്ടായത്? സർ ഹംഫ്രി ഡേവി മുന്നോട്ട് വെച്ചത്. അപ്പം ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ മൈക്കൽ ഫാരഡെ തൻ്റെ വൈദ്യുതിയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വൈദ്യുതി കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ടത് വെച്ചാൽ അദ്ദേഹം
ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ കോപ്പറിൻ്റെ സൊല്യൂഷൻസിലൂടെ കടത്തി വിട്ടപ്പോൾ എന്തായി, കോപ്പർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ലേ? കോപ്പറിൻ്റെ, അതായത് കോപ്പർ സൾഫേറ്റ് തുരിശ് ലായനിയിലൂടെ ഇത് കടത്തി വിട്ടുമ്പോൾ എന്തായി, കോപ്പർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോപ്പർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റിയത് എന്താണ്, അതിലൊരു ചാർജ് ഉണ്ട്. ആ ചാർജ് ഇലക്ട്രോഡ് വഴി പാസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് പൊളാരിറ്റി, ഡിഫറെൻറ്റ് ചാർജിലെ ഇലക്ട്രോഡിൽ പോയിട്ട് വന്നടിയുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതായത് Cu+ അയോൺ, Cu2+ അയോൺ എന്നൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പം Cu+ അയോൺ പോസിറ്റീവ് ചാർജുള്ളത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൽ വന്ന് അടിയുന്നതായിട്ട് അദ്ദേഹം കണ്ടു ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ. അപ്പം ഈ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സെറ്റിൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അദ്ദേഹവും കുറേ എലമെൻസിനെ അങ്ങനെ വേർതിരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഈ എമൗണ്ട്, എത്ര എമൗണ്ടാണ് പിന്നെ സെറ്റിൽ ചെയ്യുന്നത്, ഓരോ ഇലക്ട്രോഡിലും സെറ്റിൽ ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, എത്ര സമയം കൊണ്ടാണ്, അതായത് എത്ര സമയം കറണ്ട് പാസ് ചെയ്താലാണ് ഇത്രയും എമൗണ്ട് ഉണ്ടാകുന്നത്, സെറ്റിൽ ആവുന്നത്, പിന്നെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ്, ഇവ മൂന്നിനെയും പിന്നെ അദ്ദേഹം പഠന വിധേയമാക്കി. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു, ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, അതായത് വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ നിയമങ്ങൾ. വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ നിയമങ്ങൾ, അതായത് പിന്നെ എത്ര എമൗണ്ടാണ് കോപ്പർ സെറ്റിൽ ചെയ്യുന്നത്, അത് ഏത് ഇലക്ട്രോഡിലാണ്, അത് എത്ര സമയം കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ്, അത് പിന്നെ എത്ര എമൗണ്ട് കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ഇത്രയും കിട്ടുന്നത് എന്നിട്ടുള്ള ഒരുപാട് തിയറികൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. അതിനാണ് എന്ത് പറയുന്നത്, ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണ നിയമം. അപ്പം ഇത് ആവിഷ്കരിച്ചത് മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ ഇത് ആവിഷ്കരിച്ച ശേഷം അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഇത് പറയാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ചാർജ് ഉണ്ട്, പക്ഷെ അതിന് ഒരു കാരണം, കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ സയൻറ്റിഫിക് വേൾഡിന് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ അതൊരു നിർണായകമായ കണ്ടുപിടുത്തം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡാൾട്ടൺസ് ആറ്റമിക് തിയറി പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ആറ്റത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആറ്റത്തിൻ്റെ ഉള്ളറകളിൽ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പിന്നെ നമ്മളിനി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നയിച്ച അനവധി ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളും ഒക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് രണ്ടെണ്ണം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സർ ഹംഫ്രി ഡേവിയുടെയും പിന്നെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേയുടേത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം, അതായത് മോഡൽസ്, ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുകളും അവർ പ്രപ്പോസ് ചെയ്ത മോഡലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും എങ്ങനെയാണ് അവർ ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതൊക്കെയാണ് നമ്മളിനി മനസ്സിലാക്കാൻ വേണ്ടി പോകേണ്ടത്.